ലോൺ ഒരു ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ കിട്ടാൻ. ഓക്കെ. അപ്പോൾ 2014 എറ്റിയോസ് 1,60,000 രൂപയ്ക്ക് പൊളിച്ചു വിറ്റാലടക്കം കിട്ടുന്നൊരു വിലയാണെന്ന് പറയുന്നത്. ഓക്കെ. 32 സംതിങ് ഓടിയതേ ഉള്ളൂ. വളരെ ലോ കിലോമീറ്റർ വാഹനമാണ്. എന്താ പറയുക, പെട്രോൾ എഞ്ചിൻ വരുന്നൊരു വാഹനം. ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വാങ്ങേണ്ടത് ധൈര്യമായിട്ട് നമുക്ക് പണി വരില്ല എന്നുള്ളതിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനങ്ങളാണ് ഈ രണ്ട് സെഗ്മെന്റ് എന്ന് പറയുന്നത്. വാറന്റി കൂടെ നമ്മൾ സർട്ടിഫൈഡ് 1 ഇയർ വാറന്റി കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. വാറന്റിയും കൂടെ കിട്ടുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുറകിൽ കാണുന്നുണ്ടോ മേരാ കാസ്, നമ്മുടെ സ്വന്തം ഷോറൂം വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. കോഴിക്കോട് ജില്ലയിലാണ് ഷോറൂം ലൊക്കേഷൻ. കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്കൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഓണത്തിൻ്റെ ഓഫേഴ്സ് അല്ല, ഓണത്തിൻ്റെ ഓഫേഴ്സ് പുറകെ വരുന്നുണ്ട്. എന്നാൽ കൂടെ പരമാവധി വില അഡ്ജസ്റ്റ് ആക്കിയിട്ടുള്ള അടിപൊളി വാഹനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കലാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് അർജുനെ സ്വാഗതം ചെയ്യാം. അർജുൻ, ഹായ്. സുഖല്ലേ? ഓക്കെ. അപ്പോൾ അർജുൻ നമ്മുടെ കൂടെ കുറച്ച് മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ വേറെ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ആൻഡ് സെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിടാം. നമ്മുടെ യാർഡുണ്ട്, പുറകിൽ നല്ല അടിപൊളി ഒരു യാർഡുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ആൻഡ് സെയിൽ ഇടണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്കലാണ് ലൊക്കേഷൻ. മേരാ കാസ് ഷോറൂം നിങ്ങൾക്ക് കാണാൻ റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ. ഞങ്ങളെ ആപ്ലിക്കേഷൻ ഉണ്ട്, മേരാ കാസിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഇവാലുവേറ്റേഴ്സ് അവിടെ വന്നിട്ട് നിങ്ങളുടെ കാർ ഇൻസ്പെക്ട് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ ഇൻസ്പെക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കാറ് വിൽക്കാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാർക്ക് ആൻഡ് സെയിലിൻ്റെ ഡീറ്റെയിൽ ഉള്ള കോൺടാക്ട് നമ്പറും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ 2 നമ്പറിലേക്കും അതിലേക്ക് വിളിക്കാം. ഷോറൂമിൽ നമ്മളിത് കാണിക്കുന്ന വാഹനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിലിന് നമ്മൾ നമ്പർ മുകളിൽ വലത്ത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കാം. അപ്പോൾ അർജുൻ, എങ്ങനെയാണ് സ്പെഷ്യൽ റേറ്റ് വാഹനങ്ങൾ തന്നെയല്ലേ? സ്പെഷ്യൽ റേറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാം ചെയ്തു. ഓക്കെ. ഓണത്തിന് എന്തായാലും ഓണത്തിനടുപ്പിച്ച് ഒരു ഓഫർ വീഡിയോ കൂടി ഒന്നും കൂടി ഉണ്ടാവും. നമ്മൾ സെറ്റാക്കാം. നമ്മൾ മുന്നേ ഒരു കിഡിലെ ഓഫർ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുവള്ളി ഷോറൂമിൽ വെച്ചിട്ട്. സ്പെഷ്യൽ റേറ്റിൽ അത് വീഡിയോ വിട്ട് പിറ്റേന്ന് തന്നെ ഒരു 10 കാറ് ടക്ടർ പോയി. കഴിഞ്ഞ വീഡിയോയിലും നമുക്ക് ഉണ്ടായിരുന്നു 6-7 കാറുകൾ പോയിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ വീഡിയോയിലും? ഓക്കെ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഹ്യുണ്ടായ് വെർണ KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഒരു കിഡിലൻ സെഡാൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2017. ഓക്കെ. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. പെട്രോൾ വാഹനമാണ്. 2 എയർ ബാഗ് വരുന്നുണ്ട്, പിന്നെ ABS വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ് ക്യാമ് കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സിസ്റ്റം, ന്യൂ 2 ടയർ ആണ് വരുന്നത് ഫ്രണ്ടിൽ. ഓക്കെ. പിന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഓക്കെ. നല്ല പവർഫുൾ 1.6 നല്ല പവർഫുൾ വാഹനമാണ് അല്ലേ? പവർഫുൾ എഞ്ചിൻ വരുന്നൊരു വാഹനമാണ്, പെട്രോൾ വാഹനം. 2017 വെർണ. ഇത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു അടിപൊളി വാഹനമാണ്. എത്ര കിലോമീറ്റർ? 60 സംതിങ് ഓടിയിട്ടുണ്ട്. 60,000. വലിയ ഓട്ടം പോയിട്ടില്ല, ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ആ ഒരു വർഷത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം, ഒരു ക്ലെയിമോ കാര്യമൊന്നുമില്ല അല്ലേ? ഒരു കിഡിലൻ സെഡാൻ വാഹനം, പവർഫുൾ എഞ്ചിനാണ്, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ വാഹനമാണ് അല്ലേ? എത്ര കൊടുക്കാത്? ഇതാകുമ്പോൾ നമുക്ക് 5,90,000. 5,90,000 രൂപ അല്ലേ? ഇതാകുമ്പോൾ നമുക്കൊരു 2017 സ്വിഫ്റ്റ് ഒക്കെ സാറിന് എത്ര കൊടുക്കേണ്ടി വരും? ആ ഒരു റേറ്റ് തന്നെ ഏകദേശം കാണേണ്ടി വരും. ആ ഒരു വിലക്ക് ഒരു കിഡിലൻ സെഡാൻ വാഹനം. ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്, പവർഫുൾ എഞ്ചിനുമാണ്. പിന്നെ ഹ്യുണ്ടായിൻ്റെ ഒക്കെ ഡിസൈൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് വേറെയാണ്. ഡ്രൈവിംഗ് കംഫർട്ടാണ്, കുറച്ചും കൂടി ലക്ഷറി ആണ്. അപ്പം ഒരു VX 2017 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അതിലും ഫീച്ചേഴ്സ് കൂടി. അതെ തീർച്ചയായും. ബസ് പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വന്നു, എല്ലാം വരുന്നുണ്ട്. ഓക്കെ. 2017 വെർണ നിങ്ങൾക്ക് 5,90,000 രൂപയ്ക്ക് ഒരു കിഡിലൻ വെർണ സെഡാൻ വാഹനം സ്വന്തമാക്കാം. ലോൺ ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ കിട്ടാൻ. ഓക്കെ. ലോൺ എന്ന് വെച്ചാൽ ട്രാക്ക് കൂടെ, അതായത് കസ്റ്റമറുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത്രയേ ഉള്ളൂ. എന്നാലും മാക്സിമം ഫുൾ ലോൺ ആണ്. ഓക്കെ. അടുത്തതാ ഒരു സെഡാൻ കാറ്റഗറി വാഹനമാണ്. അപ്പോൾ നമ്മൾ ഷോറൂമിലല്ല ഇതുള്ളത്, നമ്മൾ പുറത്ത് വന്നിപ്പോൾ ഷൂട്ട് ചെയ്യാണ്, ഒരു വാഷിങ്ങിലൂടെ. അപ്പോൾ ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്. എന്താ ടൊയോട്ട എഞ്ചിനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അടിച്ചു പോകാൻ ചാവാത്ത എഞ്ചിൻ വരുന്നത് ടൊയോട്ടയുടെ എറ്റിയോസ്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡലാണ്. 14 മോഡൽ എറ്റിയോസ്. ഏകദേശം 2014 എറ്റിയോസിന് എത്ര കൊടുക്കാം? 2014 എറ്റിയോസിന് എന്താ പറയുക, വേരിയന്റ് ഇതൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഒരു 3.5 മുതൽ 4-4.25 വരെയൊക്കെ കൊടുക്കാം. ജിതിയായിട്ടല്ലേ 2 ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഞാൻ തരട്ടെ. എത്രക്ക്? 1,60,000 ഞാൻ തരാം. ഈ വണ്ടിയോ? 1,60,000. 1,60,000 രൂപയ്ക്ക് 2014 എറ്റിയോസ് 1,60,000. ഉറപ്പാ? ഡീല്? ഡീൽ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നുമില്ലാണ്ട് നമുക്ക് പാർട്സുകൾ കൊടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതിലും വില കിട്ടും.
കിട്ടുന്നതാണ്, കിട്ടും. എഞ്ചിന് ഊരി കൊടുത്താൽ കിട്ടില്ല ചേട്ടാ. ഓക്കെ, 1,60,000 രൂപയ്ക്ക് 2014 ടൊയോട്ട എറ്റിയോസ് സ്വന്തമാക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഒരു അല്ല പെട്ടെന്ന് 1,60,000 കൊണ്ടുപോകാം. കൊണ്ടുപോവാം. ഓക്കെ, അതാ ഞാൻ പറയാം, ഒന്ന് ചിന്തിച്ച് നോക്ക്. ഡോറോ കാര്യങ്ങൾ എഞ്ചിന് കൊടുത്താലല്ലേ കിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, അങ്ങനത്തെ ക്ലീൻ വണ്ടി. എന്താവാനാ, എഞ്ചിന് പറഞ്ഞില്ല, ടൊയോട്ടന്റെ എഞ്ചിനല്ലേ, എന്താവാനാ. ഓക്കെ, ഇത്ര ഓട്ടോ ഓടിയാലെന്താ. ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ 2014 എറ്റിയോസ് 1,60,000 രൂപയ്ക്ക് പൊളിച്ചു വിറ്റാലടക്ക് കിട്ടുന്നൊരു വിലയാണെന്ന് പറയുന്നത്. ഓക്കെ, 1,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2014 എറ്റിയോസ് സ്വന്തമാക്കാം. ഓക്കെ, എന്നാൽ പിന്നെ ഇവിടുന്ന് പോലെ ഷോറൂമിലേക്ക്. ഓക്കെ, അടുത്തത് സെഡാൻ വണ്ടി തന്നെയാണ്. KL57 രജിസ്ട്രേഷനാണ്. കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന ടൊയോട്ടയുടെ യാരിസ് ആണ്. ഒരു കിട്ടിലൻ സെഡാൻ വാഹനം. അതായത് ടൊയോട്ട എഞ്ചിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്നൊരു സെഗ്മെന്റ് വാഹനമാണ്. അതും ലോ കിലോമീറ്ററും കൂടി ആയതുകൊണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ എങ്ങനെയാണ്? 2018 വരുന്നത്. 18 മോഡലാണ്. 18 ഇതാകുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 6 എയർ ബാഗ് ആണ് വരുന്നത്. ഓക്കെ, 6 എയർ ബാഗ് വരുന്ന വാഹനമാണ്. പിന്നെ നമുക്ക് 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് ആണ് വരുന്നത്. പിന്നെ പ്രൊജക്ട് കണ്ടോ, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റർ എത്രയാണ്? ലോ കിലോമീറ്റർ പറഞ്ഞാൽ 32 സംതിങ് ഓടിയതേ ഉള്ളൂ. വളരെ ലോ കിലോമീറ്റർ വാഹനമാണ്. എന്താ പറയുക, പെട്രോൾ എഞ്ചിൻ വരുന്നൊരു വാഹനം. 1.5 ആണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു മൈലേജ് 1.5. പവറും ഉണ്ടാവും അല്ലേ? നല്ലൊരു ഷേപ്പും ലക്ഷറി ആണ്. ലക്ഷറി സെഗ്മെന്റ് ആണ് വരുന്നത്. 2018 എത്ര കൊടുക്കുക ഇത്? ഇതാകുമ്പോൾ നമുക്ക് 6,65 ആണ്. 6,65,000 രൂപ ഇൻക്ലൂഡ് വാറണ്ടി അല്ല? ഇൻക്ലൂഡ് വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം കുറച്ചൊരു ക്രൈറ്റീരിയകൾ ഇതാക്കിയിട്ടുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ചിലതിൽ നമുക്ക് ഇൻഷുറൻസ് തേർഡ് പാർട്ടിയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അത് ഫുൾ കവറിലേക്ക് മാറ്റാം. ലോണ് കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ ഫുൾ കവർ. ഇപ്പം ഏകദേശം നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണെങ്കിൽ പിന്നെ ID വാല്യൂ കൂട്ടാനുള്ള അത് ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ സ്റ്റോറിൽ വന്നാൽ നമ്മൾ അതിൻ്റെ കൂടെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഒരു വള്ളേക്ക് കണ്ടിറക്കി കൂടെ? വള്ളേക്കിന്റെ മേലെ പോവോ? ചിലപ്പോൾ നമുക്ക് നോക്കാം. ഇതിന്റെ പ്രൊഫൈൽ കാര്യങ്ങളാണ് നമുക്ക് 100% ലോൺ വരെ കൊടുക്കാം. ഡൗൺ പേയ്മെന്റിൽ എന്തായാലും ഇറക്കാൻ പറ്റും. ഓക്കെ, ഹോണ്ട സിറ്റി സെഡാൻ കാറുകളിൽ എല്ലാവരും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി. KL7 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇപ്പം ഇറങ്ങുന്ന ഷേപ്പിന്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതാകുമ്പോൾ 2017 പെട്രോൾ ആണ്. ഓക്കെ, 4 പവർ വിൻഡോസ് വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്, മിറേഴ്സ് വരുന്നുണ്ട്, 2 എയർ ബാഗ് വരും, ABS. ഓക്കെ, കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? എത്ര ഓടി ഇപ്പോൾ? ഇത് 45 സംതിങ് ഓടിയിട്ടുണ്ട്. 17 വെറും 45,000 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ പെട്രോൾ അല്ലേ? പെട്രോൾ സിറ്റിയാണ് ഹോണ്ട സിറ്റി. അത്യാവശ്യം മെയിൻറ്റൈൻഡ് ആണ്, മെയിൻ്റെനൻസ് ഫ്രീ ആണ്. വലിയ പണി വരാത്തൊരു സെഗ്മെന്റ് ആണ് ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ ടൊയോട്ടയെ കൊണ്ട് പറയുമ്പോൾ തന്നെ ഹോണ്ട ടൊയോട്ട രണ്ടും വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞ എഞ്ചിൻസ് ആണ്. നമുക്ക് ഒരു അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വാങ്ങേണ്ടത് ധൈര്യമായിട്ട് നമുക്ക് പണി വരില്ല എന്നുള്ളതിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വാഹനങ്ങളാണ് ഈ രണ്ട് സെഗ്മെന്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് വാറണ്ടിയും കൂടെ കിട്ടുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ് ഹോണ്ട സിറ്റിയിലെ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും അത്യാവശ്യം നമുക്ക് ലക്ഷറി ആണ്, ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഓക്കെ, സെഡാൻ ടൈപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറിയും കാര്യങ്ങൾ വരുന്നതും തീർച്ചയായും ഹോണ്ട സിറ്റിക്ക് തന്നെയാണ് അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന അടിപൊളി ഒരു വാഹനമാണ്. അണ്ടർ വാറണ്ടി ഉള്ള വാഹനം. എത്ര കൊടുക്കാം നമുക്ക്? ഇത് 7,25 വരും. 7,25,000 രൂപ. 7,25,000 2017 വെറും 45,000 കിലോമീറ്റർ ഓടിയ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 11 to 15 അകത്തായിട്ടൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. എന്താ പറയുക, നോക്കി ഓടിച്ചാൽ അത്യാവശ്യം 16 വരെയൊക്കെ കിട്ടുന്ന ഒരു സെഗ്മെന്റ് തന്നെയാണ്. നമ്മൾ അധികം ആക്സലറേഷൻ കൊടുത്ത് കത്തിക്കാൻ പാടില്ല. ആ ഒരു കറക്റ്റ് ടോർക്കിൽ കറക്റ്റ് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അത്യാവശ്യം 15-16 എന്തായാലും നമുക്ക് കിട്ടാൻ എവറേജ് കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്ത്യൻ നിരത്തുകളിലെ കോമ്പാക്ട് SUV-കളിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ് ടാറ്റ നെക്സോൺ അല്ലേ? ഇപ്പോൾ ഇറങ്ങുന്ന ഷേപ്പിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷേപ്പിന് ആരാധകർ ഏറെയാണ്. ഇതിൻ്റെ മുന്നത്തെ ഷേപ്പിനേക്കാൾ ഈ ഷേപ്പിനാണ്, ഇപ്പോഴത്തെ ഷേപ്പിനേക്കാൾ ഈ ഷേപ്പിനാണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, 60. പിന്നെ പെട്രോൾ വരുന്നതാണ് 2020. ഓക്കെ, 2020 1.2 പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. ആവറേജ് നമുക്കൊരു 11 to 15 അകത്ത് മൈലേജ് ഏകദേശം കിട്ടും. അത് കിട്ടാന്ന് തന്നെ പറഞ്ഞാലും ഈ 11 എന്നൊക്കെ പറയുന്നത് നമ്മൾ ടൗണിൽ നിന്നൊക്കെ അങ്ങനെ കളിക്കുമ്പോഴാണ്. അത്യാവശ്യം ലോങ് എടുത്ത് ഓടുകയാണെങ്കിൽ
നോക്കി ഓടിച്ചാൽ എല്ലാ വണ്ടിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു 60, 70, 80, 90 വരെയൊക്കെ പോകാം. നമുക്ക് സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതുവരെ പോകാം, അതിൻ്റെ ഉള്ളിൽ പോകാം. അതിൽ പോയാൽ എണ്ണ കത്തില്ല, കറക്റ്റ് അളവിൽ കൊടുക്കണം. റേസ് ചെയ്തിട്ട് കയറുന്ന സൗണ്ട് കേട്ടാൽ അപ്പം നിർത്തണം, അതിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയല്ല ഓടിച്ചു കഴിഞ്ഞാൽ ഏവറേജ് മൈലേജ് കിട്ടും. ഓക്കെ, എന്തായാലും XUV ടൈപ്പിൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു സെഗ്മെന്റ് കൂടിയാണ്. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്, പവർ വിൻഡോസ് വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ. ഓക്കെ, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ കാണാൻ ഞാൻ പറഞ്ഞില്ല, ജിജേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉള്ള ഇതും ഇതിന്റെ മുന്നോട്ടിൽ നിന്ന് കാണാൻ കുറച്ചും കൂടി ക്യൂട്ടാണ്. ക്യൂട്ടാണിത്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലയൺ എന്നൊക്കെ പറയില്ലേ, രാജാവ്. ഓക്കെ, അതാണ്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഓക്കെ, 6,90 നമുക്ക് കൊടുക്കാം. 6,90,000 രൂപയ്ക്ക് 2020 നെക്സോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എന്താ പറയുക, അണ്ടർ വാറണ്ടി വരുന്ന വാഹനമാണ്. ഒരു 90,000 ഒക്കെ കണ്ടിറക്കാൻ പറ്റുമായിരിക്കും അല്ലേ? മിനിമം. മാക്സിമം നമുക്ക് ഫുൾ ഓൺ വരെ എന്തായാലും നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സോൺ KL 77 രജിസ്ട്രേഷൻ. നെക്സോണിൻ്റെ ഫസ്റ്റ് ഷേപ്പ്, ആദ്യമായിട്ട് ഇന്ത്യയിൽ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൊണ്ടുവന്ന ഇന്ത്യൻ ബ്രാൻഡ് വാഹനമാണ്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മസ്കുലർ ലുക്കാണ് അല്ലേ, ഒരു കാളയൊക്കെ കൊണ്ടു വരുന്ന പോലത്തെ ഒരു ലുക്കാണ്, അങ്ങനത്തെ ഒരു ലുക്കാണ് വാഹനം. ഓക്കെ, അതെ, മൊത്തത്തിൽ. അപ്പോൾ ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ എക്സെറ്റ് പ്ലസ് ആണല്ലേ? മോഡൽ ഏതാ? 2018. കിലോമീറ്റർ എത്ര പോയി? 32 സംതിങ് ഓടിയത്. ലോ കിലോമീറ്റർ അല്ലേ? വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ വാഹനം. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു ലോ കിലോമീറ്റർ വാഹനമാണ്. അപ്പോൾ ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ? നമുക്ക് 2 years വാറണ്ടി വരുന്നതാണ്. 2 year വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ? എന്താണ് ആ വാറണ്ടി? അതൊന്ന് പറഞ്ഞു കൊടുത്തേ, നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. കാരണം വെച്ചാൽ വാറണ്ടി നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഒരു കാറിൽ വാറണ്ടി ലഭിക്കുമ്പോഴുള്ള ഗുണങ്ങളും കൂടി അവരറിഞ്ഞാലല്ല അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്താ വാറണ്ടി? എഞ്ചിൻ ബോക്സ് വരുന്നുണ്ട്. എഞ്ചിന് ഓക്കെ, എഞ്ചിൻ, പിന്നെ ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഓക്കെ, എയർ കണ്ടീഷൻ വരുന്നുണ്ട്. AC കംപ്രസർ കാര്യങ്ങളൊക്കെ, AC കംപ്രസർ എല്ലാത്തിനും വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ്, പിന്നെ ഫ്യൂൽ സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ സസ്പെൻഷൻ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം കവേർഡാണ്. സസ്പെൻഷൻ അടക്കം. പിന്നെ ഇത് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ഇതെല്ലാം അടക്കം. അതായത് ഇങ്ങനത്തേനൊക്കെ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് കിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിൽ. പക്ഷേ ലേബർ ചാർജ് വരും. ലേബർ ചാർജ് മാത്രം വരും, ബാക്കി സാധനങ്ങളിലൊന്നും വരില്ല. അപ്പോൾ ലേബർ ചാർജ് മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ബാക്കി നന്നാക്കി കിട്ടുന്നതാണ്. അതാണ് വാറണ്ടി കവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാറണ്ടി ഉള്ള വാഹനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കൂടുതൽ അല്ലേ? ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന പാർട്സ്. ഓക്കെ, മെൻഷൻ ചെയ്യുന്ന പാർട്സ്, ഇത്രയും പാർട്സ് ഇപ്പോൾ പറഞ്ഞ പാർട്സ് എല്ലാം കവേർഡാണ് അല്ലേ? ഓക്കെ, ഒരുമാതിരി പണി വരുന്ന പാർട്സിനൊക്കെ കവേർഡാണ്, അപ്പോൾ പേടിക്കാനില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. 2018 എക്സെറ്റ് പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ നെക്സോൺ ആണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹ്യുണ്ടായ് വെന്യൂ KL 65 രജിസ്ട്രേഷൻ വാഹനം, തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ്, മലപ്പുറം ജില്ല. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇതാകുമ്പോൾ 2021-22 രജിസ്ട്രേഷൻ. 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരും. 22 തൊട്ടിട്ടാണ് ടാക്സ് കാര്യങ്ങളൊക്കെ വരിക. അവിടുന്ന് 15 വർഷത്തേക്ക്. 15 വർഷം അല്ലേ? ഓക്കെ, ബാക്കി പറഞ്ഞോളൂ. നീറ്റാണ്, ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ നീറ്റാണ്. എത്ര കിലോമീറ്റർ ഓടി? 20 സംതിങ് ഓടിയതേ. 20,000 സംതിങ്. നോർമൽ ഓട്ടം മാത്രം ഓടിയ ഒരു അടിപൊളി വെന്യൂ ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്ക് ഡുവൽ എയർ ബാഗ്, പിന്നെ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ പവർ വിൻഡോസ് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങൾ, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ടല്ലോ. കിലോമീറ്റർ 20 സംതിങ്. സോറി, 20 സംതിങ്, ഞാൻ വിട്ടുപോയതാണ്. എന്താ പറയുക, ഒരു മാനുവൽ അല്ലേ ഇത്? മാനുവൽ പെട്രോൾ. അത്യാവശ്യം കിട്ടുമായിരിക്കും മൈലേജ്. ഒരു 12 to 16 വരെയൊക്കെ ആവറേജ് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. മിനി XUV ആണ്. അതെ, മിനി അല്ലേ? കുറച്ചും കൂടി ഹൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മിനി SUV ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരും, അതാണ് ഹ്യുണ്ടായുടെ ഒക്കെ ഒരു ഗുണം. ഡ്രൈവിംഗ് കംഫർട്ട്, കിയയുടെ ഒക്കെ ഒരു ഗുണം. രണ്ടും ഒരേ സെയിം ഇത് തന്നെയാണ്. സോണറ്റ് ആ ഒരു വേരിയന്റിൽ നമുക്ക് സോണറ്റിന്റെ സെയിം ഇത് തന്നെയാണ് വരുന്നത്. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 8,20,000 8,20,000 രൂപയ്ക്ക് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വെന്യൂ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 20,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. ഒരു 50,000 ഒക്കെ ഉണ്ടാർക്കാവോ? മാക്സിമം ഫുൾ ലോണും കിട്ടും. മാക്സിമം ഫുൾ ലോണും കൊടുക്കാം. ഓക്കെ. അടുത്ത ഫോർഡ് ഫിഗോ ആണ്. ഒരു അടിപൊളി ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ. ഓക്കെ, 2019 പെട്രോൾ വേരിയന്റാണ്. പെട്രോളാ? നമുക്ക് ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ടും ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അതെ, ബോഡി വെയിറ്റ് കൂടുതൽ എൻജോയ്. ഇപ്പം 2 ദിവസം മുമ്പേ വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം കൊണ്ടാണ് പോയതല്ല. നാളെ ഡെലിവറിയാ, മറ്റന്നാൾ ഇല്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പേ വന്നു. നാളെ ഡെലിവറിയാണ്. ഫ്രീ സ്റ്റൈൽ 2 വന്നു. ഭയങ്കര നമുക്കിപ്പോൾ ഫോണിന് ഭയങ്കര എൻക്വയറി വരുന്നുണ്ട്. ഇതും ഇന്നലെ വന്ന വണ്ടിയാണ്.
ഫോൺ എന്താന്ന് ജനങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മള് വേറെ എടുത്ത് പറയണ്ട. യൂസ് ചെയ്ത ആള് വേറെ നമുക്ക് എന്താ സ്വിഫ്റ്റ് അങ്ങനത്തെ മാറി ചിന്തിക്കാൻ പറ്റൂല, മാറി ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. നമുക്ക് വരുന്നത് അലോയ് വീൽസ് വരുന്നുണ്ട്, പിന്നെ സ്റ്റീരിയോ കൺട്രോൾസ് വരുന്നുണ്ട്, പവർ വിൻഡോസ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്, ഡിഫോൾഡർ വരുന്നുണ്ട്, എല്ലാം ഉണ്ടല്ലോ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ഡിഫോഗർ, വൈപ്പർ, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏവറേജ് ഒരു 15 അകത്തൊക്കെ മൈലേജ് കിട്ടും. അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു വാഹനമാണ് ഫോർഡ് ഫിഗോ. എന്താ പറയുക, സ്റ്റൈലിഷ് ഇൻറ്റീരിയറാണ് എല്ലാം കൊണ്ടും. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കി അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വരുന്ന വാഹനമാണ്. എത്ര കൊടുക്കുക? നമുക്ക് 5,10,000 5,10,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, നമുക്ക് വാറണ്ടി വരുന്ന വണ്ടിയാണ്. 2 ഇയർ വാറണ്ടി വരും. 2019 മോഡൽ ഫിഗോ 5,10,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാക്സിമം ലോണും കിട്ടും. മാക്സിമം ലോണും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ഹോണ്ടയുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്. ഹോണ്ട ജാസ് ആണ്. KL 8 രജിസ്ട്രേഷൻ, തൃശ്ശൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. വളരെ സ്മൂത്ത് ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വാഹനമാണ്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇതാകുമ്പോൾ 2015 മോഡൽ, സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. 70 സംതിങ് ഓടിയതാണ്. പെട്രോൾ വലിയ ഓട്ടോ അല്ല, പെട്രോൾ ആണ് വരുന്നത്. വലിയൊരു ഓട്ടോ അല്ല, ലോ കിലോമീറ്റർ ആണ് അതിനെ സംബന്ധിച്ച്. മെയിൻ്റെനൻസ് ഹോണ്ടനെ പറ്റി അറിയാലല്ലേ? അതെ. ഏതാ ഓപ്ഷൻ? ഇതാകുമ്പോൾ VX ആണ് വരുന്നത്. VX ടോപ്പ് വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും വരും. ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് 15 തന്നെ. ഹോണ്ടയുടെ ബേസ് മോഡൽ തന്നെ അത്യാവശ്യം വേണ്ട ബേസിക് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനങ്ങളാണ് ഹോണ്ട ബേസ് മോഡലിൽ തന്നെ ഇറക്കാനുള്ളത്. ഇത് ടോപ്പ് എൻഡ് ആണ്. ഓക്കെ, പെട്രോൾ വാഹനം. ആവറേജ് ഒരു 12 to 16 വരെയൊക്കെ ആവറേജ് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ആവറേജ് ആണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിനാണ് നമുക്ക് 5,25,000. 5,15 ലക്ഷം രൂപ അല്ലേ? 5,15. VX ആണ് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. 2015 ജാസ്. ഓക്കെ, 5,15. നമ്മൾ പറഞ്ഞ വിലയൊന്നും ഫിക്സഡ് അല്ല, ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. അതാ പറഞ്ഞ ചെറിയൊരു മാറ്റം. ഓക്കെ, മാക്സിമം ലോണും കിട്ടുമല്ലോ? മാക്സിമം ലോൺ. ഓക്കെ, മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഡാറ്റ്സൺ ഗോ. ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഡാറ്റ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസാൻ്റെ സെയിം, അവിടെ തന്നെയാണ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഡാറ്റ്സൺ നിസാൻ സെയിം ബ്രാൻഡ് തന്നെയാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണിത്. എങ്ങനെയാണ് അർജുന കാര്യങ്ങൾ? ഇത് 2017 മോഡൽ, സിംഗിൾ ഓണറാണ്. 48 സംതിങ് ഓടിയതാണ്. സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ വാഹനമാണ്. 17 അത്ര വർഷം കൊണ്ട് 48 സംതിങ് ഓടിയിട്ടുള്ളൂ. ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ് അല്ലേ? ഓക്കെ, 1.2 ലിറ്റർ അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഒരു 12 to 16 റേഞ്ചൊക്കെ മൈലേജ് ഏകദേശം കിട്ടുന്ന ഒരു വാഹനമാണ്. ഓക്കെ, പറഞ്ഞോളൂ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെ ഇപ്പോൾ? 2013 സ്വിഫ്റ്റിന് എത്ര കൊടുക്കാം? ഇതേട്ടൻ 13 പെട്രോൾ സ്വിഫ്റ്റാ? പെട്രോൾ സ്വിഫ്റ്റ് നമുക്കൊരു 3.25 3.5 വരെയൊക്കെ കൊടുക്കാം. 3.5 വരെ. 2017 ഇത് ഞാൻ 2.30 തരാം. 17 വണ്ടി, അതായത് സെയിം കാറ്റഗറിയാണ്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് ഇത്. സ്വിഫ്റ്റ്, ടാറ്റ ടിയാഗോ, അൾട്രോസ്, ജാസ് എന്നൊക്കെ പറയുന്നത് സെയിം കാറ്റഗറിയാണ്. അമേസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു അതേ എഞ്ചിൻ കാറ്റഗറി വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് 2017 മോഡൽ വെറും 2,30,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി. ഓക്കെ, പിന്നെ നമുക്ക് 1 ഇയർ വാറണ്ടിയും കൂടി കൊടുക്കും. 1 ഇയർ വാറണ്ടിയും കിട്ടും. 2,30,000 രൂപയ്ക്ക് 2017 വാഹനം സ്വന്തമാക്കാം. ഒന്നും പറയാനില്ല. ഒരു കാർ സ്വന്തമാക്കാൻ കണ്ണും പൂട്ടിയെടുക്കാം അല്ലേ? സുഖമായിട്ട്. ഓക്കെ, വാറണ്ടിയും കിട്ടുന്നുണ്ട്, ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? 2.30 സ്വന്തമാക്കും. മാക്സിമം ലോണും കിട്ടൂല? മാക്സിമം കിട്ടും. ചിലപ്പോൾ ഫുൾ ലോണും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അടുത്ത് പറയുന്നില്ല, കസ്റ്റമർ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്യാവശ്യം ട്രാക്കുള്ള ആളാണ്, സിവിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഫുൾ ലോൺ വരെ കിട്ടാൻ ചാൻസ് ഉള്ള വാഹനങ്ങളാണ് നമ്മൾ കൂടുതലും കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇനി ഒരു ഓണ സ്പെഷ്യൽ വീഡിയോ വരാണ്ട്. ഇത് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തതാണ്, അതിന് മുന്നേ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ഒരു ഓൺ സ്പെഷ്യൽ വീഡിയോ കൂടെ അടിപൊളി വീഡിയോ വരാനുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ കൊടുവള്ളി ഷോറൂമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ റേറ്റിൽ ഒരു കിട്ടില്ല ഡീലർ പ്രൈസിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് ചെയ്യുന്നത് അത് സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് ഇനി ഓണത്തിന് വരാൻ പോകുന്നത്. അപ്പോൾ ഷോറൂമിൽ ലൊക്കേഷൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് ഹിൽ അത്താണിക്കലാണ് ലൊക്കേഷൻ. കോഴിക്കോട് കണ്ണൂർ റൂട്ടിലായിട്ട് വെസ്റ്റ് ഹിൽ അത്താണിക്കൽ മേരാക്ക ഷോറൂം നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ വാഹനങ്ങളും നിങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ആൻഡ് സെയിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെയിലിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ ഡയറക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ സർവേ അവിടെ വന്ന് നിങ്ങളുടെ വാഹനം സർവേ ചെയ്ത് നോക്കിയിട്ട് അതിന് ഒരു വില ഇട്ടിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് ഓപ്ഷനിലിട്ട് മാക്സിമം വില കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കും. അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറും അതിലേക്ക് വിളിക്കുക.
ഇനി ഇങ്ങോട്ടേക്ക് ഷോറൂമിലേക്ക് നമ്മളിപ്പോൾ കാണിച്ച വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ വിളിക്കണമെങ്കിൽ റൈറ്റ് ഓഫ് കോർണറിൽ ഈ നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കാം. അതേ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഓഫർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും സന്ധിക്കും വരെ അർജുനെ വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, ബൈ.